നമുക്കിന്ന് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബിരിയാണി ഉണ്ടാക്കാം. അതിനായി പനീർ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് നമുക്കതിനെ 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ പനീറിനെ എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആകുമ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. പനീർ ഫ്രൈ റെഡി. നമുക്കിനി ബിരിയാണിക്ക് വേണ്ടിയുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായി അതിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. കുക്കറിലാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുക്കറിൽ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്രയും സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഞാൻ നേരത്തെ പേസ്റ്റ് അരയ്ക്കുമ്പോൾ പച്ചമുളക് ചേർത്തതുകൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ബസ്മതി റൈസ് നന്നായി കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പനീറൊന്നും ഉടയാതെ മെല്ലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് ആ അരിയെടുത്ത പാത്രത്തിൻ്റെ അളവിൽ തന്നെ ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ വെള്ളം നമുക്ക് ഈ റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിസിൽ വെക്കാതെ ഇത് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ആവി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് വിസിലിടാം. വിസിലിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വെക്കണേ. ആവിയൊക്കെ പോയി ഇതുപോലെ തുറക്കുമ്പോഴുണ്ടല്ലോ, നല്ല രസമാണ് നമ്മുടെ ബിരിയാണിയാണ്. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ പനീർ ബിരിയാണി റെഡി. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.